ഗുഡ് മോർണിംഗ് എവരിബഡി. നമ്മൾ 10th +2 ഡിഗ്രി ലെവൽ PSC ടെസ്റ്റിലെ PSC LGS LDC LGS ടെസ്റ്റിലെ SCRT സീരീസിലെ 10ാം ക്ലാസ്സിലെ സയൻസ് ഫസ്റ്റിലെ 5ാമത്തെ അധ്യായമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. സംസ്കാരവും ദേശീയതയും. തുടർച്ചയായിട്ട് LDCക്കാണെങ്കിലും LCGSനാണെങ്കിലും തുടർച്ചയായിട്ട് LGSനാണെങ്കിലും തുടർച്ചയായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ഭാഗമാണ് സംസ്കാരവും ദേശീയതയും. റിപ്പീറ്റഡ് ചോദ്യങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ക്വസ്റ്റ്യൻസ് ധാരാളമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും വൺസ് അഗെയിൻ ബെസ്റ്റ് വിഷസ് ആൻഡ് ഹാവ് എ നൈസ് ഡേ. നമ്മുടെ ടോപ്പിക് ആരംഭിക്കുകയാണ്, സംസ്കാരവും ദേശീയതയും. ഓക്കെ, നോക്കൂ. ആദ്യമായിട്ട് ഫസ്റ്റ് നമ്മൾ കാണുന്നത് ഒരു വാചകമാണ്, ഒരു ഉദ്ധരണിയാണ്. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പുസ്തകത്തിലൂടെ ജവഹർലാൽ നെഹ്റുവിന്റെ ഒരു വാക്യമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ദേശീയത, ഇന്ത്യയുടെ സംസ്കാരം, ഇന്ത്യയുടെ വൈവിധ്യം എത്രത്തോളം വ്യത്യസ്തമാണ്, എത്രത്തോളം അത് ഭിന്നമാണ്, ആ സംസ്കാരത്തിൽ ആഴത്തിൽ കടന്നിരിക്കുന്നു എന്നതിന്റെ ലാസ്റ്റ് ഭാഗങ്ങൾ മാത്രമാണ്. കൂടുതലായിട്ടൊന്നും ആ ഒരു ഭാഗത്ത് പറയാനില്ല. ഇന്ത്യയുടെ നാനാത്വം വമ്പിച്ചതാണ്, അത് പ്രത്യക്ഷമാണ്, അത് ഉപരിതലത്തിൽ പൊന്തി നിൽക്കുന്നു, ആർക്കും കാണാൻ വിരോധമില്ല. മുഖത്തിലും ആകൃതിയിലും ഭക്ഷണത്തിലും വസ്ത്രത്തിലും അത് വ്യത്യാസപ്പെട്ടിരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണ്. നമുക്ക് ലാസ്റ്റ് വരെ വേണമെങ്കിൽ അത് ഇന്ത്യയുടെ ഏകത്വം എന്നെ സംബന്ധിച്ച് എന്ന് പറയുന്ന ഈ ഭാഗം വേണമെങ്കിൽ നമുക്കൊന്ന് പറയാൻ കഴിയും. വേറൊന്നുമല്ല, ഇനിമേൽ ബുദ്ധിയുടെ വെറും ഒരു സങ്കല്പം മാത്രമല്ല, എന്നെ ആവേശിച്ചിടത്തോളം വൈകാരികമായ ഒരു അനുഭവമാണ്. യാതൊരു രാഷ്ട്രീയ വിഭജനത്തിനും ആപത്തിനും മഹാനാശത്തിനും കീഴടക്കാൻ കഴിയാത്ത വിധത്തിൽ അത്രയും ബലിഷ്ഠമായിരുന്നു കാതലായ ആ ഏകത്വം. ആ ഒരു ഭാഗത്തുനിന്ന് ഇന്ത്യയെ കണ്ടെത്തൽ രചിച്ചിരിക്കുന്നത് ജവഹർലാൽ നെഹ്റു. ഇതിന്റെ ഏതെങ്കിലും ഭാഗം കൊടുത്തിട്ട് ഇപ്പൊ അങ്ങനെ ഒരു മോഡൽ വരുന്നുണ്ട്, ഒരു ഉദ്ധരണി കൊടുത്തിട്ട് ആരുടേതാണെന്ന രീതിയിൽ. പക്ഷെ അതിന്റെ ലാസ്റ്റ് ഭാഗം ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് ഭാഗമാണ് ഇമ്പോർട്ടന്റ് എന്ന് മനസ്സിലാക്കുക. ഇന്ത്യയെ കണ്ടെത്തൽ ജവഹർലാൽ നെഹ്റു. ഓക്കെ, ഇനി നമ്മളതിന്റെ ബാക്കി ഭാഗത്തേക്ക് കടക്കുമ്പോൾ ആദ്യം പറയുന്ന നോക്കൂ, ഒരു ജാതി മത വർഗ പ്രാദേശിക വ്യത്യാസങ്ങൾക്കുപരിയായി ഒരു രാജ്യത്തെ ജനതയുടെ മാനസിക ഐക്യമാണ് ദേശീയത. നോട്ട് ശ്രദ്ധിക്കുക, ആ പോയിന്റ് ശ്രദ്ധിക്കും. ദേശീയത എന്ന കോൺസെപ്റ്റ് ജാതി മത പ്രാദേശിക വ്യത്യാസങ്ങൾക്കുപരിയായി ഒരു രാജ്യത്തെ ജനതയുടെ മാനസിക ഐക്യം. എന്താണ് ദേശീയത എന്നുത്തരം പറഞ്ഞാൽ ജാതി മത വർഗ പ്രാദേശിക വ്യത്യാസങ്ങൾക്കുപരിയായി ഒരു രാജ്യത്തെ ജനതയുടെ മാനസിക ഐക്യം. അതിനെയാണ് ആ മാനസിക ഐക്യം, അതിനെയാണ് എന്ത് പറയാ, ദേശീയത. ദേശീയത എന്നാൽ എന്ത്? ജാതി മത വർഗ പ്രാദേശിക വ്യത്യാസങ്ങൾക്കുപരിയായി ഒരു രാജ്യത്തെ ജനതയുടെ മാനസിക ഐക്യം, അതിനെയാണ് ദേശീയത എന്ന് പറയുന്നത്. പിന്നെ ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണം ഇന്ത്യക്കാരിൽ ദേശീയ ബോധം വളർത്തിയത് എങ്ങനെയെന്നാണ് മുൻ പാഠഭാഗത്ത്. തീർച്ചയായിട്ടും ബ്രിട്ടീഷുകാരുടെ ആ ഒരു ചൂഷണം, അവരുടെ ആ ഒരു രീതി, അതാണ് ഇന്ത്യ എന്ന് പറഞ്ഞ വികാരത്തിലേക്ക് നമ്മുടെ ഇന്ത്യക്കാരെ നയിച്ചത്. ഇനി നമ്മൾ ഈ പാഠത്ത് പറയുന്നത് അതോടൊപ്പം
സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലുണ്ടായ നിരവധി മാറ്റങ്ങളും ഇന്ത്യൻ ജനതയുടെ ദേശീയ ബോധത്തെ ശക്തമാക്കി. ഇന്ത്യയുടെ ദേശീയത രൂപപ്പെടുത്തിയ വിവിധ സാമൂഹിക സാംസ്കാരിക ഘടകങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. അപ്പൊ എന്തെല്ലാമാണ് ആ സാംസ്കാരിക ഘടകങ്ങൾ എന്ന് വ്യക്തമായിട്ട് ഓരോന്നും മനസ്സിലാക്കട്ടോ. താഴെ പറയുന്ന നോക്കൂ. അതായത് 19-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ സാംസ്കാരിക രംഗത്തും ആശയതലങ്ങളിലും രണ്ട് തരത്തിലുള്ള പ്രതിഷേധം. ആ രണ്ട് തരത്തിലുള്ള പ്രതിഷേധങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്നിരുന്ന അസമത്വങ്ങൾക്കും തിന്മകൾക്കും അവകാശ നിഷേധങ്ങൾക്കെതിരായവ. രണ്ട് തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇന്ത്യയിൽ 19-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നു. രണ്ട് തരത്തിലുള്ള പ്രതിഷേധങ്ങൾ. അതിലൊന്ന്, ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്ന അസമത്വങ്ങൾക്കും തിന്മകൾക്കും അവകാശ നിഷേധങ്ങൾക്കും എതിരായവ. സമൂഹത്തിൽ വ്യാപകമായിട്ട് അസമത്വം, തിന്മയും അവകാശ നിഷേധവും ഉണ്ട്. രണ്ട്, ഇന്ത്യയിൽ ആധിപത്യം കൊണ്ടിരുന്ന സാമ്രാജ്യത്വ ചൂഷണത്തിന് എതിരായവ. അപ്പോൾ 19-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ സാംസ്കാരിക രംഗത്തും ആശയതലത്തിലുമുള്ള രണ്ട് തരത്തിലുള്ള പ്രതിഷേധങ്ങൾ. ഒന്ന്, സമൂഹത്തിൽ നിലനിന്ന അസമത്വങ്ങൾക്കും തിന്മകൾക്കും അവകാശ നിഷേധങ്ങൾക്കും എതിരായവ. രണ്ട്, ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടിരുന്ന സാമ്രാജ്യത്വ ചൂഷണത്തിന് എതിരായവ. ഇനി പറയുന്നു നോക്കൂ. ഇന്ത്യൻ ജനതയുടെ സാംസ്കാരികവും ആശയപരവുമായ ഇടപെടലും പ്രതിഷേധവും സാമൂഹിക ജീവിതം, വർത്തമാന പത്രങ്ങൾ, വിദ്യാഭ്യാസം, സാഹിത്യം, കല തുടങ്ങിയ വിവിധ മേഖലകളിൽ സ്വാധീനം ചെലുത്തി. ഈ രംഗങ്ങളിലുണ്ടായ മാറ്റങ്ങൾ ഇന്ത്യയുടെ ദേശീയ ഐക്യത്തിന് വഴിയൊരുക്കി. ഏത് രംഗങ്ങളിലുണ്ടായ മാറ്റങ്ങൾ എന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞ ഇന്ത്യൻ ജനതയുടെ സാംസ്കാരികവും ആശയപരമായ ഇടപെടലും പ്രതിഷേധവും, പ്രത്യേകിച്ച് സാമൂഹിക ജീവിതം, വർത്തമാന പത്രങ്ങൾ, വിദ്യാഭ്യാസം, സാഹിത്യം, കല തുടങ്ങിയ മേഖലയിലുണ്ടായ മാറ്റങ്ങൾ, അത് ദേശീയ ഐക്യത്തിന് വഴിതെളിച്ചു. ഇനി കോളനി ഭരണവും ദേശീയതയും. അതായത് ഇന്ത്യൻ ജനതയുടെ ജീവിതത്തെയും സംസ്കാരത്തെയും ആഴത്തിൽ അറിയേണ്ടത് തങ്ങളുടെ ഭരണം ശക്തിപ്പെടുത്താൻ അത്യന്താപേക്ഷിതമാണെന്ന് ബ്രിട്ടീഷുകാർ കരുതി. സംസ്കൃതത്തിലും പേർഷ്യനിലും രചിക്കപ്പെട്ട കൃതികൾ വായിച്ചും പരിഭാഷപ്പെടുത്തിയും അവർ ഇന്ത്യയെക്കുറിച്ച് അറിവ് നേടി. കൂടുതൽ പഠനങ്ങൾക്ക് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകാനും ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗത്ത് ഇടപെടുന്നതിനുമായി അവർ ചില സ്ഥാപനങ്ങൾ ഉണ്ടാക്കി. അവയിൽ ചിലതിനെ പരിചയപ്പെടാം. അതായത് കേവലമായിട്ട് ഈ ഭരണത്തിൽ സ്വാധീനം ഉറപ്പിക്കണമെങ്കിൽ ഈ രാജ്യത്തെ കുറിച്ച് ശക്തമായ അറിവ് നേടണം, ഇവിടുത്തെ സംസ്കാരത്തെ കുറിച്ച് അറിയണം. അതിനുവേണ്ടി അവര് സംസ്കൃത ഭാഷയിലും പേർഷ്യയിലും രചിക്കപ്പെട്ട ധാരാളം കൃതികൾ വായിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്തൊക്കെ ഇന്ത്യയെക്കുറിച്ച് കൂടുതൽ ബ്രിട്ടീഷുകാർ അറിവ് നേടി. ഇനി നോക്കൂ, അങ്ങനെ ഉള്ള ചില സ്ഥാപനങ്ങൾ വളരെ വളരെ പ്രധാനപ്പെട്ട റിപ്പീറ്റ് ചോദിച്ചതാണ്. ഒന്ന്, ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ. ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച ഒരു സംഭവമാണ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ. സ്ഥാപകൻ വില്യം ജോൺസ്. കൽക്കട്ട മദ്രസ സ്ഥാപകൻ വാറൻ ഹേസ്റ്റിങ്സ്. ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപകൻ ജൊനോദൻ ഇഡ്. അപ്പോൾ ആ ഒരു സംഭവം ആലോചിക്കുക. അതുമായിട്ട് ബന്ധപ്പെടുത്തി ബ്രിട്ടീഷുകാർ ഒന്ന് കൊണ്ടുവന്ന സംഭവം. ഒന്ന്, ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ, അതിന്റെ സ്ഥാപകൻ വില്യം ജോൺസ്. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാളിന്റെ വില്യം ജോൺസ് സ്ഥാപിച്ച സ്ഥാപനം ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ. വാറൻ ഹേസ്റ്റിങ്സ് സ്ഥാപിച്ചത് കൽക്കട്ട മദ്രസ. ജൊനാഥൻ ഡങ്കൻ. വാറൻ ഹേസ്റ്റിങ്സ് സ്ഥാപിച്ചത് കൽക്കട്ട മദ്രസ. ജൊനാഥൻ ഡങ്കൻ സ്ഥാപിച്ചത്
ബനാറസ് സംസ്കൃത കോളേജ്. അത് കറക്റ്റ് ആയിട്ട് പഠിക്കണം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. കൽക്കട്ട മദ്രസയുടെ സ്ഥാപകൻ വാറൻ ഹേസ്റ്റിങ്സ്. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപകൻ വില്യം ജോൺസൺ. അതുപോലെ ബനാറസ് സംസ്കൃത കോളേജ്, അതിന്റെ സ്ഥാപകൻ ജൊനാഥൻ ഡങ്കൻ. ഇന്ത്യക്കാരുടെ സംസ്കാരത്തെ കുറിച്ച് ആഴത്തിൽ പഠിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരനായ വില്യം ജോൺസ് സ്ഥാപിച്ചത് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ ആണെങ്കിൽ വാറൻ ഹേസ്റ്റിങ്സ് സ്ഥാപിച്ചത് കൽക്കട്ട മദ്രസ, ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത് ജൊനാഥൻ ഡങ്കൻ. അപ്പോൾ ആ രീതിയിൽ ഈ മൂന്നും കറക്റ്റ് മനസ്സിലാക്കണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ്. ഓക്കെ, ഇനി നോക്കൂ. അടുത്തത് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മൂന്ന് സ്ഥാപനത്തിന് ശേഷം അടുത്തതിലേക്ക് അടക്കുമ്പോൾ, എന്നാൽ ഇതിലൂടെ മാത്രം ഇന്ത്യയെ പൂർണ്ണമായി മനസ്സിലാക്കാനാവില്ലെന്ന് അവർ തിരിച്ചറിഞ്ഞു. വ്യാപാര വളർച്ചയ്ക്കായി ഇന്ത്യയുടെ സാമൂഹിക രംഗത്ത് ബ്രിട്ടൻ കൂടുതൽ ഇടപെടണമെന്ന് സ്വതന്ത്ര വ്യാപാരത്തിനായി വാദിക്കുന്ന ചിലർ ആവശ്യപ്പെട്ടു. ജനപിന്തുണയില്ലാതെ ശക്തമായ പരിഷ്കാരങ്ങൾ ഇന്ത്യയിൽ നടപ്പിലാക്കാനാവില്ല എന്ന് ബ്രിട്ടൻ മനസ്സിലാക്കി. തുടർന്ന് ഇന്ത്യൻ ജനതയിൽ ഒരു വിഭാഗത്തിന്റെ പിന്തുണ നേടാൻ അവർ ശ്രമിച്ചു. അതിനുവേണ്ടിയാണ് അവർ ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കിയത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കിയത് ഇന്ത്യൻ ജനതയുടെ ഒരു വിഭാഗത്തിന്റെ പിന്തുണ നേടിയെടുക്കാൻ വേണ്ടിയാണ്. ഓക്കെ, ഇന്ത്യൻ ജനതയിൽ ഒരു വിഭാഗത്തിന്റെ പിന്തുണ നേടിയെടുക്കാൻ വേണ്ടിയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കിയത്. നോക്കൂ, രക്തത്തിലും, ഇനി ഇതിനെക്കുറിച്ച് ഒരു കോഴ്സ് പറയുന്നുണ്ട്. രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കുന്ന അവസരത്തിൽ മെക്കാളെ പ്രഭു പറഞ്ഞതാണ്. മെക്കാളെ പ്രഭുവാണ് ഇന്ത്യയിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ തലവൻ എന്നറിയാമായിരിക്കും. എങ്കിലും ആലോചിക്കുക, അദ്ദേഹത്തിന്റെ കോഴ്സാണ് രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരും. ഒരേ സമയത്ത് ജന്മം കൊണ്ട് ഇന്ത്യക്കാരും കർമ്മം കൊണ്ട് ഇംഗ്ലീഷുകാരുമായ, ഇംഗ്ലീഷ് സംസ്കാരത്തോട് ചേർന്ന് നിൽക്കുന്നവരുമായ ഒരു ജനതയെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇംഗ്ലീഷുകാർ ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കിയത്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇന്ത്യയിൽ നടപ്പിലാക്കിയ വർഷം 1835. എഴുതി വെച്ചോളൂ. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇന്ത്യയിൽ നടപ്പിലാക്കിയ വർഷം 1835. നടപ്പിലാക്കിയ വ്യക്തി മെക്കാളെ പ്രഭു. ഇനി എന്തെല്ലാമാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കിയതിന്റെ ലക്ഷ്യങ്ങൾ? അത് ഇംഗ്ലീഷുകാരുടെ ജീവിത രീതിയോട് താല്പര്യമുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കുക. പിന്നെ ജന്മം കൊണ്ട് ഇന്ത്യക്കാരാണെങ്കിലും കർമ്മം കൊണ്ട് ഇംഗ്ലീഷുകാരായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. കൂടുതൽ ആ സംഭവത്തെ പറയുന്നില്ല. നോക്കൂ, ഇനിയും 19-ാം നൂറ്റാണ്ടോടെ ഇംഗ്ലീഷ് സംസ്കാരവും ആശയങ്ങളും ഇന്ത്യൻ സമൂഹത്തിലേക്ക് കടന്നു കയറിയപ്പോൾ അവയെ പ്രതിരോധിക്കേണ്ടത് അനിവാര്യമാണെന്ന് ഇന്ത്യയിലെ ഒരു വിഭാഗം കരുതി. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടുകയും അതിലൂടെ ജനാധിപത്യം, സ്വാതന്ത്ര്യം, യുക്തിചിന്ത, തുല്യനീതി, ശാസ്ത്രബോധം, സോഷ്യലിസം, പൗരാവകാശങ്ങൾ എന്നിവയെക്കുറിച്ച് ബോധവാന്മാരാവുകയും ചെയ്തവരായിരുന്നു ഇങ്ങനെ ചിന്തിച്ചവരിൽ ഭൂരിഭാഗം. ഇവർ ഇന്ത്യയിൽ നിലനിന്ന സാമൂഹിക ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും പരിഷ്കരിക്കാനും അവയുടെ സഹായത്താൽ ഇന്ത്യൻ സംസ്കാരത്തിന്റെ കടന്നുകയറ്റത്തെ ചെറുക്കാനും ശ്രമിച്ചു. ഇതിനായി അവർ ഇന്ത്യൻ സമൂഹം, ഭാഷ, കല, സാഹിത്യം തുടങ്ങിയവയെ നവീകരിച്ചു. ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്ന അസമത്വങ്ങളെയും അവകാശ നിഷേധങ്ങളെയും ചെറുക്കാനും അതിലൂടെ ഇന്ത്യൻ ജനതയിൽ ഐക്യബോധം സൃഷ്ടിക്കാനും ഇടയാക്കി. അതായത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെക്കുറിച്ചും അവരുടെ സാഹിത്യത്തെക്കുറിച്ചും പഠിച്ചത് ഇന്ത്യൻ ജനതയിൽ ഐക്യബോധം സൃഷ്ടിക്കാൻ ഇടയാക്കി. ഇന്ത്യൻ ജനതയിൽ ഐക്യബോധം സൃഷ്ടിക്കാൻ ഇടയാക്കിയ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത്
ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ വ്യാപനമാണ് എന്ന് പറയാം. ഓക്കെ, ഇനി അതുമായിട്ട് ബന്ധപ്പെടുത്തി വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ കുറച്ച് കാര്യം പറയുന്നുണ്ട്. സയന്റിഫിക് സൊസൈറ്റികൾ നോട്ട് ചെയ്തോളൂ. നോക്കൂ, 19-ാം നൂറ്റാണ്ടിൽ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ പരിചയപ്പെടുത്താനും ശാസ്ത്രബോധം പ്രചരിപ്പിക്കാനുമായി നിരവധി സയന്റിഫിക് സൊസൈറ്റികൾ ആരംഭിച്ചത് 19-ാം നൂറ്റാണ്ടിൽ. സയന്റിഫിക് സൊസൈറ്റി ആരംഭിച്ചത് 19-ാം നൂറ്റാണ്ടിൽ. ഇനി ആ സൊസൈറ്റികൾ ഓരോന്നും പ്രത്യേകം നോട്ട് ചെയ്യണേ. യൂറോപ്യൻ ശാസ്ത്രങ്ങൾ പരിഭാഷപ്പെടുത്തുന്നതിനുള്ള സൊസൈറ്റി ആരംഭിച്ചത് കൽക്കത്തയിലാണ്. ഒന്ന്, യൂറോപ്യൻ ശാസ്ത്രങ്ങൾ പരിഭാഷപ്പെടുത്തുന്നതിനുള്ള സൊസൈറ്റി കൽക്കത്ത 1825. വർഷം 1825, സ്ഥലം കൽക്കത്ത. അത് സയന്റിഫിക് സൊസൈറ്റിയാണ്. രൂപീകരിച്ച വർഷം 1825. നോക്കൂ, രണ്ടാമത്തത് പൊതുവിവരങ്ങൾ നേടുന്നതിന് വേണ്ടിയുള്ള സൊസൈറ്റി, അതും കൽക്കട്ടയിൽ. പൊതുവിവരങ്ങൾ നേടുന്നതിനുള്ള സൊസൈറ്റി രൂപീകരിച്ച എവിടെ? കൽക്കട്ടയിൽ. വർഷം 1838. മഹേന്ദ്രലാൽ സർക്കാർ സ്ഥാപിച്ച ഇന്ത്യൻ അസോസിയേഷൻ. രൂപീകരിച്ച വർഷം 1876. രൂപീകരിച്ചത് ബംഗാൾ. മഹേന്ദ്രലാൽ സർക്കാർ സ്ഥാപിച്ച ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ച വർഷം 1876, സ്ഥലം ബംഗാൾ. അടുത്തത് ബനാറസ് സംവാദ ക്ലബ്ബ്, ബനാറസ് തന്നെ, 1861. സർ സയ്യിദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ച അലിഗഡ് സയന്റിഫിക് സൊസൈറ്റി. അത് പിന്നെ എളുപ്പമായിരിക്കും, സ്ഥാപിച്ച അലിഗഡ് തന്നെയാണ്, 1864. ബീഹാർ ലാസ്റ്റ് പറയുന്നത്, ബീഹാർ സയന്റിഫിക് സൊസൈറ്റി, ബീഹാർ, 1868. അപ്പോൾ ഈ ഒരു സംഘം, ഈ ഒരു സൊസൈറ്റികൾ, ഇത് സയന്റിഫിക് സൊസൈറ്റികളാണ്. സ്ഥാപിച്ചത് 19-ാം നൂറ്റാണ്ടിലാണ്. എല്ലാം 1800 എന്ന് കണ്ടല്ലോ. തുടക്കമില്ലാത്ത 19-ാം നൂറ്റാണ്ട് ആയതുകൊണ്ട് സയന്റിഫിക് സൊസൈറ്റിയുടെ എല്ലാത്തിന്റെയും 1800കളാണ് എന്ന് ആലോചിക്കുക. അധികം വരുന്നത് ബംഗാളിലാണ്, അഥവാ ബംഗാളിന്റെ ഭാഗമായ കൽക്കട്ടയിലുണ്ട്. അത് ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് യൂറോപ്യൻ ശാസ്ത്രങ്ങൾ പരിഭാഷപ്പെടുത്തുന്നതിനുള്ള സൊസൈറ്റി 1825 എവിടെ സ്ഥാപിക്കപ്പെട്ടു? കൽക്കട്ടയിൽ. പൊതുവിവരങ്ങൾ നേടുന്നതിന് വേണ്ടിയുള്ള സൊസൈറ്റി രൂപീകരിക്കപ്പെട്ടത് കൽക്കട്ടയിൽ 1838. മഹേന്ദ്രലാൽ സർക്കാർ സ്ഥാപിച്ച ഇന്ത്യൻ അസോസിയേഷൻ രൂപീകരിച്ചത് ബംഗാളിൽ 1876. ബനാറസ് സംവാദ ക്ലബ്ബ്, ബനാറസ്, 1861. ബനാറസ് ക്ലബ്ബ് സ്ഥാപിച്ചത് എവിടെയാണ്? ബനാറസിലാണ്. പെട്ടെന്ന് കിട്ടുമായിരിക്കും. 1861. സർ സയ്യിദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ച അലിഗഡ് സയന്റിഫിക് സൊസൈറ്റി രൂപീകരിച്ചത് അലിഗഡിൽ. വർഷം 1864. അവസാനമായിട്ട് ബീഹാറിൽ സ്ഥാപിച്ചത് ബീഹാർ സയന്റിഫിക് സൊസൈറ്റി. അപ്പോൾ ഈ ഒരു വഴിയായിട്ട് ഇതെല്ലാം കൂടിയിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു പൊതുബോധം സൃഷ്ടിക്കാൻ ഇടയായി എന്നത് പ്രത്യേകം നോട്ട് ചെയ്യട്ടോ. അപ്പോൾ ആ ഓരോന്നും എഴുതി വെക്കണേ. അതിന്റെ വർഷങ്ങള്, സ്ഥലം രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നോക്കൂ, ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഘടകമാണ് സാമൂഹിക പരിഷ്കരണം. ഇന്ത്യൻ ജനങ്ങളിൽ വളർന്നു വന്ന സ്വതന്ത്ര ചിന്ത, ആധുനികവൽക്കരണത്തോട് ഉള്ള താല്പര്യം, യുക്തിചിന്ത എന്നിവ 19-ാം നൂറ്റാണ്ടിൽ വ്യത്യസ്ത സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ ആവിർഭാവത്തിന് വഴിതെളിച്ചു. ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾക്ക് പ്രധാനമായിട്ടും 2 ലക്ഷ്യങ്ങളുണ്ട്.
നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞത് സയന്റിഫിക് സൊസൈറ്റിയാണ്. അതേപോലെ 19ാം നൂറ്റാണ്ട് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളും ധാരാളമായിട്ട് ആവിർഭവിച്ചു, ഇവിടെ ഉണ്ടായി. അതിന്റെ 2 ലക്ഷ്യങ്ങൾ: ഒന്ന്, ഇന്ത്യൻ സമൂഹത്തിൽ നിലനിൽക്കുന്ന വിവിധ അനാചാരങ്ങളെ എതിർക്കുക. ഇന്ത്യൻ സമൂഹത്തിൽ അക്കാലത്ത് അവർ ഈ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ ഒരു ലക്ഷ്യം 19ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ ആരംഭിച്ച സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്നിരുന്ന വിവിധ അനാചാരങ്ങളെ എതിർക്കുക. 2, എല്ലാ മനുഷ്യർക്കും വിവേചനങ്ങളില്ലാതെ വഴി നടക്കാനും വസ്ത്രം ധരിക്കാനും വിദ്യാഭ്യാസം നേടാനുമുള്ള പൗരാവകാശങ്ങൾ നേടിയെടുക്കുക. ഇത് രണ്ടുമാണ് ഇന്ത്യയിൽ 19ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ 2 ലക്ഷ്യങ്ങൾ. അനാചാരങ്ങൾ എതിർക്കുക, വിവേചനങ്ങളില്ലാതെ വ്യത്യാസങ്ങളില്ലാതെ വഴി നടക്കാനും വസ്ത്രം ധരിക്കാനും, എല്ലാത്തിലും അസമത്വം ഉണ്ടായിരുന്നു, വിദ്യാഭ്യാസം നേടാനുമുള്ള പൗരാവകാശം നേടിയെടുക്കുക. നോക്കൂ, അന്നത്തെ സാമൂഹിക സാമ്പത്തിക ഘടന ഈ ആവശ്യങ്ങൾ നേടുന്നതിന് അനുയോജ്യമായിരുന്നില്ല. അതിനാൽ ഇന്ത്യൻ സമൂഹത്തിൽ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ ഉണ്ടാകുക എന്നതായിരുന്നു ഈ സാമൂഹിക പരിഷ്കർത്താക്കളുടെ ഉദ്ദേശം. അതിനായി അവർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു. ജാതി വ്യവസ്ഥ നിർമ്മാർജ്ജനം ചെയ്യുക, എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുക, സ്ത്രീകൾക്കെതിരായ വിവേചനങ്ങൾ അവസാനിപ്പിക്കുക, എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകുക, വിധവാ പുനർവിവാഹം നടപ്പിലാക്കുക, ശൈശവ വിവാഹം, പൗരോഹിത്യ മേധാവിത്വം എന്നിവ അവസാനിപ്പിക്കുക. അതായത് 19ാം നൂറ്റാണ്ടിൽ മുന്നോട്ട് വന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ: ജാതി വ്യവസ്ഥ ഇല്ലാതാക്കുക, എല്ലാവരുടെയും അവകാശം സംരക്ഷിക്കണം, സ്ത്രീകൾക്കെതിരെയുള്ള എല്ലാതരം വിവേചനം, പ്രത്യേക സ്ത്രീകൾക്കെതിരെയുള്ള വിവേചനം ഇല്ലാതാക്കണം, എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകണം, വിധവാ പുനർവിവാഹം നടപ്പിലാക്കണം, ശൈശവ വിവാഹം, പൗരോഹിത്യ മേധാവിത്വം ഇവ അവസാനിപ്പിക്കാം എന്നതായിരുന്നു കേട്ടോ. ആ ഒരു പോയിന്റുകൾ അങ്ങനെ അല്ല എങ്കിലും അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടല്ല എങ്കിലും ആലോചിക്കുക, അവരുടെ ആവശ്യങ്ങളാണ് പറഞ്ഞത് കേട്ടോ. ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ട പോയിന്റ് നോക്കും. ഇത്തരത്തിൽ ഇന്ത്യൻ സമൂഹത്തിന്റെ ആധുനികവൽക്കരണത്തിനായി വാദിച്ച ആദ്യത്തെയാൾ രാജാറാം മോഹൻ റോയ്. ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്ന രാജാറാം മോഹൻ റോയെ കുറിച്ച് ശ്രദ്ധിക്കുക. ആദ്യം, ഇന്ത്യൻ സമൂഹത്തിന്റെ ആധുനികവൽക്കരണത്തിന് വേണ്ടി വാദിച്ച ആദ്യത്തെയാൾ, ഇന്ത്യൻ സമൂഹത്തിന്റെ ആധുനികവൽക്കരണത്തിന് വേണ്ടി ആദ്യമായിട്ട് വാദിച്ചയാൾ ആര്? രാജാറാം മോഹൻ റോയ്. ജാതി വ്യവസ്ഥയെയും സതി എന്ന ദുരാചാരത്തെയും ശക്തമായി എതിർത്ത അദ്ദേഹം ബംഗാളിൽ ബ്രഹ്മസമാജം സ്ഥാപിച്ചു. ബ്രഹ്മസമാജ സ്ഥാപകൻ രാജാറാം മോഹൻ റോയ് ഏത് ദുരാചാരത്തിന് ശക്തമായി എതിർത്തുകൊണ്ടാണ് അദ്ദേഹം സ്ഥാപിച്ചത്? സതിയാണ് സ്ഥാപിച്ചത്. എവിടെ എന്ന് ചോദിച്ചാൽ ബംഗാളിലാണ്. ഓക്കെ, രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജം എന്ന പ്രസ്ഥാനം ആരംഭിച്ചത് എവിടെയാണ്? ബംഗാളിൽ. ബ്രഹ്മസമാജ സ്ഥാപകൻ രാജാറാം മോഹൻ റോയ്. വിവിധ ജാതികളിലായി വിഭജിക്കപ്പെട്ട ഇന്ത്യൻ സമൂഹത്തിന്റെ സ്ഥാനത്ത് ഒരൊറ്റ സമൂഹം എന്ന ആശയം പ്രചരിപ്പിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. ഇത് ഇന്ത്യക്കാരിൽ രാജ്യസ്നേഹം വളരാനുള്ള സാഹചര്യം സൃഷ്ടിച്ചു. അങ്ങനെ രാഷ്ട്രത്തിന്റെ ഐക്യവും സാമൂഹിക പരിഷ്കരണത്തിന്റെ ലക്ഷ്യമായി മാറി. സ്ത്രീകളുടെ പദവി ഉയർത്തുന്നതിനായി അവർക്ക് സ്വത്തിന്മേൽ അവകാശം നൽകണമെന്ന് ആവശ്യപ്പെട്ടു. ഇതിനെ തുടർന്ന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിരവധി പേർ സാമൂഹിക പരിഷ്കരണത്തിന് വേണ്ടി വാദിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു. നോക്കൂ, എന്തെല്ലാം മേഖലകളിലാണ് നമ്മുടെ രാജാറാം മോഹനെ കുറിച്ചുള്ള മാർക്ക് വരുന്നത്? ഒന്ന്, ബ്രഹ്മസമാജ സ്ഥാപകൻ ആര്? രാജാറാം മോഹൻ റോയ്. ബ്രഹ്മസമാജം സ്ഥാപിച്ചത് എവിടെ? ബംഗാളിൽ. ഏത് ദുരാചാരത്തിനെതിരെയാണ് ബ്രഹ്മസമാജം പ്രധാനമായിട്ട് മുന്നോട്ട് വന്നത്? സതി. ഇന്ത്യൻ സമൂഹത്തിന്റെ ആധുനികവൽക്കരണത്തിനായി വാദിച്ച ആദ്യത്തെയാൾ ആര്? രാജാറാം മോഹൻ റോയ്. ഇനി ഇദ്ദേഹത്തിന്റെ ഈ പ്രവർത്തി തുടർന്ന് രാജ്യമെമ്പാടും സാമൂഹിക പരിഷ്കരണത്തിന് വേണ്ടി വാദിച്ചുകൊണ്ട് ധാരാളം പേര് സ്ത്രീകൾക്കെതിരെയുള്ള വിവേചനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യത്തിന് വേണ്ടി ഇദ്ദേഹത്തിന്റെ പാത പിന്തുടർന്നുകൊണ്ട് മുന്നോട്ട് വന്ന മറ്റൊരു വ്യക്തിയുണ്ട്,
ബംഗാളിൽ ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ. ബംഗാളിൽ ഈശ്വര ചന്ദ്ര വിദ്യാസാഗർ, ആ പേര് പ്രത്യേകം നോട്ട് ചെയ്യുക, ഈശ്വര ചന്ദ്ര വിദ്യാസാഗർ. അദ്ദേഹം വിധവകളുടെ പുനർവിവാഹത്തിനായി പ്രവർത്തനം നടത്തി. അദ്ദേഹത്തിന്റെ പരിശ്രമ ഫലമായിട്ടാണ് 1856 ബ്രിട്ടീഷ് ഗവൺമെന്റ് ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കിയത്. ആരുടെ പരിശ്രമ ഫലമായിട്ടാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കിയത്? ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ. ബംഗാളിൽ വിധവകളുടെ പുനർവിവാഹത്തിനായി പ്രവർത്തനം നടത്തിയ വ്യക്തി ആര്? ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ. ബ്രിട്ടീഷ് ഗവൺമെന്റ് ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കിയ വർഷം 1856. ബ്രിട്ടീഷ് ഗവൺമെന്റ് 1856 പാസാക്കിയ നിയമം ഏത്? ഹിന്ദു വിധവ പുനർവിവാഹ നിയമം. അതിന് പ്രവർത്തനം നടത്തിയ വ്യക്തി ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ. അപ്പോൾ ബ്രഹ്മസമാജം നേരത്തെ രാജാറാം മോഹൻ റോയിയെ കുറിച്ച് പറഞ്ഞ പോലെ ഇവിടെ ഈശ്വർ ചന്ദ്ര വിദ്യാസാഗറിനെ കുറിച്ചുള്ള പോയിന്റുകൾ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യട്ടോ. പിന്നെ നമ്മള് നെക്സ്റ്റ് പറയുന്നത്, ഇനി ഇതുമായിട്ട് ബന്ധപ്പെടുത്തി നെക്സ്റ്റ് പറയുന്നത് അടുത്ത് നോക്കൂ. ഇതിന് തുടർച്ചയായിട്ട് പറയുന്ന വളരെ സംഭവം, അവര് സ്ത്രീകളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് അദ്ദേഹം അഥവാ ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. വനിതകളുടെ ഉന്നമനത്തിനായി ചില പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ അക്കാലത്ത് രൂപം കൊണ്ടു. വിധവകൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നതിനായി പണ്ഡിത രമാഭായ് ബോംബെയിൽ സ്ഥാപിച്ച ശാരദാ സദൻ ഇതിൽ പ്രധാനപ്പെട്ടതാണ്. അഥവാ സ്ത്രീകളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഉന്നമനത്തിനായി ധാരാളം പരിഷ്കരണ പ്രസ്ഥാന രൂപം കൊണ്ടു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പണ്ഡിത രമാഭായ്. പണ്ഡിത രമാഭായ് ബോംബെയിൽ സ്ഥാപിച്ച ശാരദാ സദൻ. സ്ത്രീകളുടെ വിദ്യാഭ്യാസം പ്രത്യേകിച്ച് വിധവകൾക്ക് പ്രത്യേകിച്ച് ആ ഒരു നോട്ട് ചെയ്യുക, സ്ത്രീകൾക്ക് എന്നല്ല, പ്രത്യേകിച്ച് വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി പണ്ഡിത രമാഭായ്. അന്ന് വിധവകൾ എല്ലാ നിലയ്ക്കും സമൂഹത്തും മാറ്റി നിർത്തപ്പെട്ടിരുന്നു. അപ്പൊ വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി പണ്ഡിത രമാഭായ് ബോംബെയിൽ സ്ഥാപിച്ച സ്ഥാപനമാണ് ശാരദാ സദൻ. ശാരദാ സദൻ സ്ഥാപിച്ചതാര്? പണ്ഡിത രമാഭായ്. ഇതിനു വേണ്ടി വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി. ഈ പണ്ഡിത രമാഭായിയെ കുറിച്ച് പറയുമ്പോൾ അവര് 1882 ആര്യ മഹിളാ സമാജം, അതുകൂടി നോട്ട് ചെയ്തോളൂ. 1882 ടെക്സ്റ്റ് പറഞ്ഞിട്ടില്ല. 1882 ആര്യ മഹിളാ സമാജം എന്ന പ്രസ്ഥാനം ആരംഭിച്ച വ്യക്തി കൂടിയാണ് പണ്ഡിത രമാഭായ്. വർഷം 1882. പ്രസ്ഥാനത്തിന്റെ പേര് ആര്യ മഹിളാ സമാജം. അതുപോലെ തന്നെ വേറൊരു സംഭവമുള്ളത് 1889 INC അഥവാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത 10 സ്ത്രീകളിൽ ഒരാളായിരുന്നു പണ്ഡിത രമാഭായ്. 1889 നടന്ന INC സമ്മേളനത്തിൽ പങ്കെടുത്ത 10 സ്ത്രീകളിൽ ഒരാളാണ് പണ്ഡിത രമാഭായ്. അവര് രചിച്ച ഒരു ഗ്രന്ഥമുണ്ട്, ദി ഹൈ കാസ്റ്റ് ഹിന്ദു വുമൺ. പണ്ഡിത രമാഭായ് രചിച്ച ഒരു പുസ്തകമുണ്ട്, ദി ഹൈ കാസ്റ്റ് ഹിന്ദു വുമൺ. അപ്പോൾ ആ ഒരു പോയിന്റ് കൂടി പണ്ഡിത രമാഭായിയെ കുറിച്ച് പറയുമ്പോൾ ആലോചിക്കുക. അവർ സ്ഥാപിച്ച സംഘടനയാണ്, സ്ഥാപിച്ച പ്രസ്ഥാനമാണ് നേരത്തെ പറഞ്ഞ പോലെ ഈ പറഞ്ഞ ശാരദാ സദൻ ബോംബെയിൽ. അതുപോലെ അവർ സ്ഥാപിച്ച മറ്റൊന്നാണ് 1882 ആര്യ മഹിളാ സമാജം. 1889 INC സമ്മേളനത്തിൽ പങ്കെടുത്ത
10 സ്ത്രീകളിൽ ഒരാളായിരുന്നു പണ്ഡിത രമാഭായ്. അവർ രചിച്ച പുസ്തകത്തിന്റെ പേര് ദി ഹൈ കാസ്റ്റ് ഹിന്ദു വുമൺ. ഓക്കെ, അത് അവരെ കുറിച്ച് പ്രത്യേകം നോട്ട് ചെയ്യട്ടോ. ഇനി നോക്കൂ, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ ചോദ്യങ്ങൾ ചോദിച്ച മറ്റൊരു ഭാഗം, പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, പരിഷ്കർത്താക്കൾ, ആശയങ്ങൾ. ധാരാളം 19ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച ധാരാളം പരിഷ്കരണ പ്രസ്ഥാനം, ഓരോന്നും ഇമ്പോർട്ടന്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യണേ. ഒന്ന്, ആര്യ സമാജം സ്ഥാപകൻ, അത് സ്വാമി ദയാനന്ദ സരസ്വതി. അതിന്റെ ആശയങ്ങൾ വിഗ്രഹാരാധന, ശൈശവിവാഹം എന്നിവയെ എതിർത്തുകൊണ്ട് സ്ഥാപിച്ചതാണ് ആര്യ സമാജം സ്ഥാപകൻ സ്വാമി ദയാനന്ദ സരസ്വതി. ആര്യ സമാജ സ്ഥാപകൻ ആര്? സ്വാമി ദയാനന്ദ സരസ്വതി. രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ. ജാതി വ്യവസ്ഥ, അനാചാരങ്ങൾ എന്നിവയെ എതിർത്തു. സ്വാതന്ത്ര്യം, സമത്വം, സ്വതന്ത്ര ചിന്ത എന്നിവയെ പ്രോത്സാഹിപ്പിച്ചു. സ്വാമി വിവേകാനന്ദൻ സ്ഥാപിച്ച രാമകൃഷ്ണ മിഷൻ ജാതി വ്യവസ്ഥയെയും അനാചാരങ്ങളെയും എതിർക്കുകയും സ്വാതന്ത്ര്യം, സമത്വം, സ്വതന്ത്ര ചിന്ത എന്നിവയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ രാമകൃഷ്ണ മിഷൻ സ്ഥാപകൻ സ്വാമി വിവേകാനന്ദൻ. അതുപോലെ പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും, അലിഗഡ് പ്രസ്ഥാനം ആരംഭിച്ചത് പരിഷ്കർത്താവ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ആ പേര് തന്നെ അലിഗഡ്, സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി വാദിച്ചു. രാജ്യത്തെ മുസ്ലിങ്ങളുടെ സാമൂഹിക വിദ്യാഭ്യാസ പുരോഗതിക്കായിട്ട് വാദിച്ച വ്യക്തിയാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം അലിഗഡ് പ്രസ്ഥാനം. അടുത്തത് പ്രാർത്ഥനാ സമാജം. പരിഷ്കർത്താവ് സ്ഥാപകൻ ആത്മാറാം പാണ്ഡുരംഗ്. ആത്മാറാം പാണ്ഡുരംഗ് ആണ് പ്രാർത്ഥനാ സമാജം. അതിന്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ മിശ്ര ഭോജനം, അഥവാ എല്ലാ ജാതികളും ഒരുമിച്ചിരുന്നുകൊണ്ട് മിശ്ര വിവാഹം, വിധവ പുനർവിവാഹം, സ്ത്രീകളുടെയും പിന്നോക്ക ജനവിഭാഗങ്ങളുടെയും പുരോഗതി എന്നിവയ്ക്കായി നിലകൊണ്ട് മിശ്ര ഭോജനത്തിന്റെയും മിശ്ര വിവാഹത്തിനും വിധവാ പുനർവിവാഹത്തിനും സ്ത്രീകളുടെയും മറ്റ് പിന്നോക്ക വിഭാഗങ്ങളുടെയും പുരോഗതിക്കായി നിലകൊണ്ട ഒരു സംഘടനയാണ്, പരിഷ്കരണ പ്രസ്ഥാനമാണ് പ്രാർത്ഥനാ സമാജം. സ്ഥാപകൻ ആത്മാറാം പാണ്ഡുരംഗ്. ആത്മാറാം പാണ്ഡുരംഗ് ആരംഭിച്ച സ്ഥാപനം പ്രാർത്ഥനാ സമാജം. ഇനി തിയോസഫിക്കൽ സൊസൈറ്റി. പരിഷ്കർത്താവ് ആനി ബസന്റ്. ഹിന്ദു മതത്തിന്റെ പുനരുദ്ധാരണത്തിനായി നിലകൊണ്ടു. ഹിന്ദു മതത്തിലെ അനാചാരങ്ങളുണ്ട്, അതിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി നിലകൊണ്ട വ്യക്തിയാണ് ആനി ബസന്റ്. പരിഷ്കരണ പ്രസ്ഥാനം തിയോസഫിക്കൽ സൊസൈറ്റി. ഹിതകാരിണി സമാജം. അടുത്തത് പരിഷ്കർത്താവ് വീരേശലിംഗം. ഹിതകാരിണി സമാജം പരിഷ്കർത്താവ് വീരേശലിംഗം. വിധവാ പുനർവിവാഹത്തിനും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനുമായി, വിധവാ പുനർവിവാഹം നേരത്തെ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ പോലെ തന്നെ അവരുടെ പോലെ തന്നെ വിധവാ പുനർവിവാഹത്തിനും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനുമായി പ്രചാരണം നടത്തിയ വ്യക്തിയാണ്, പരിഷ്കർത്താവാണ് വീരേശലിംഗം. അദ്ദേഹത്തിന്റെ പ്രസ്ഥാനമാണ് ഹിതകാരിണി സമാജം. അടുത്തത് സത്യശോധക് സമാജം. സത്യശോധക് സമാജം ജ്യോതിബ ഫുലെ. സത്യശോധക് സമാജം പരിഷ്കർത്താവ് ജ്യോതിബ ഫുലെ, സ്ഥാപകൻ ജ്യോതിബ ഫുലെ. ദുരാചാരങ്ങളെയും പുരോഹിത വിഭാഗത്തെയും എതിർത്തു. പിന്നോക്ക വിഭാഗക്കാർക്കായി വിദ്യാലയങ്ങൾ ആരംഭിച്ചു. പിന്നോക്ക വിഭാഗക്കാർക്കായി വിദ്യാലയങ്ങൾ ആരംഭിച്ച, അതുപോലെ ദുരാചാരങ്ങളെയും പുരോഹിത മേധാവിത്വത്തെയും എതിർത്ത പരിഷ്കർത്താവാണ് സത്യശോധക് സമാജം. ജ്യോതിബ ഫുലെ. അദ്ദേഹത്തിന്റെ പരിഷ്കരണ പ്രസ്ഥാനമാണ് സത്യശോധക് സമാജം. സ്ഥാപിച്ചത് ജ്യോതിബ ഫുലെ. അതുപോലെ തന്നെ അടുത്ത പരിഷ്കരണ പ്രസ്ഥാനമാണ് സ്വാഭിമാന പ്രസ്ഥാനം. EV രാമസ്വാമി നായ്ക്കർ. പരിഷ്കർത്താവ് ഈ സ്വാഭിമാന പ്രസ്ഥാനത്തിന്റെ പരിഷ്കർത്താവ്, അതിന്റെ സ്ഥാപകനായിട്ട് EV രാമസ്വാമി നായ്ക്കർ. അതിൽ ലീഡർഷിപ്പ് കൊടുത്ത വ്യക്തി. ബ്രാഹ്മണ മേധാവിത്വത്തെയും ജാതി വ്യവസ്ഥയെയും എതിർത്തു.
ബ്രാഹ്മണ മേധാവിത്വത്തെയും ജാതി വ്യവസ്ഥയെയും ശക്തമായി എതിർത്ത വ്യക്തിയാണ് EV രാമസ്വാമി നായ്ക്കർ. ഓക്കെ. പിന്നെ ശ്രീനാരായണ, അവസാനമായിട്ട് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ലീഡർഷിപ്പ് കൊടുത്ത വ്യക്തി ശ്രീനാരായണ ഗുരു. പെട്ടെന്ന് കിട്ടുമായിരിക്കും നമ്മൾക്ക്. അതിന്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ ജാതി വ്യവസ്ഥയെയും ദുരാചാരങ്ങളെയും എതിർക്കുകയും പിന്നോക്ക വിഭാഗങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്ക് വേണ്ടി നിലകൊണ്ടു. ജാതി വ്യവസ്ഥയും ദുരാചാരങ്ങളെയും ശക്തമായിട്ട് എതിർത്തു. പിന്നോക്ക ജനവിഭാഗങ്ങളുടെ സാമൂഹിക വിദ്യാഭ്യാസ പുരോഗതിക്കായി നിലകൊണ്ടു. രണ്ടും ആരാണ്? ശ്രീ നാരായണ ഗുരു. അങ്ങനെ അപ്പോൾ സ്വാമി ആര്യ സമാജത്തിന്റെ ലീഡർ സ്വാമി ദയാനന്ദ സരസ്വതി, രാമകൃഷ്ണ മിഷന്റെ ലീഡർ സ്വാമി വിവേകാനന്ദൻ, അലിഗഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാൻ, പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്, തിയോസഫിക്കൽ സൊസൈറ്റി ആനി ബസന്റ്, ഹിതകാരിണി സമാജം വീരേശ ലിംഗം, സത്യശോധക് സമാജം ജ്യോതിബ ഫുലെ, സ്വാഭിമാന പ്രസ്ഥാനം EV രാമസ്വാമി നായ്ക്കർ, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ശ്രീനാരായണ ഗുരു. ഇത്രയും 19ാം നൂറ്റാണ്ടിൽ രൂപം കൊണ്ട വളരെ പ്രശസ്തമായ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ. തുടർച്ചയായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന സംഭവം. ആ ഭാഗം പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യട്ടോ. നോക്കൂ, ഇനി അടുത്തത് പറയുന്നത്, അതായത് സാമൂഹിക പരിഷ്കർത്താക്കളുടെയും പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെയും പ്രവർത്തന ഫലമായി ഇന്ത്യയിൽ നിലനിന്നിരുന്ന നിരവധി അനാചാരങ്ങളെ നിയമം മൂലം നിരോധിക്കാൻ ബ്രിട്ടീഷുകാർ നിർബന്ധിതരായി. അവ ഏതൊക്കെയാണ്? ബ്രിട്ടീഷുകാര് ഇങ്ങനെ സാമൂഹിക പരിഷ്കർത്താക്കളുടെ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെയൊക്കെ നിരന്തര ശ്രമഫലമായിട്ട് ഒരുപാട് അനാചാരങ്ങൾ അവർ നിർത്തലാക്കി. അങ്ങനെ നിർത്തലാക്കിയത് ശൈശവിവാഹം, ബഹുഭാര്യത്വം, 12 വയസ്സ് താഴെ പ്രായമുള്ള പെൺകുട്ടികളുടെ വിവാഹത്തിൽ ഏർപ്പെടുത്തുന്ന ശൈശവിവാഹം, പിന്നെ പെൺ ശിശുഹത്യ നിരോധിച്ചു, പെൺ ശിശുഹത്യ, സതി നിരോധിച്ചു, വിധവ പുനർവിവാഹം നടപ്പിലാക്കി, അടിമത്തം നിരോധിച്ചു. അതുപോലെ ബഹുഭാര്യത്വം നിരോധിച്ചു. ബഹുഭാര്യത്വം നിരോധിക്കുക, ശൈശവിവാഹം നിരോധിക്കുക, പെൺ ശിശുഹത്യ നിരോധിച്ചു, സതി നിരോധിച്ചു. അതേസമയം വിധവ പുനർവിവാഹം അവർ നടപ്പിലാക്കി. ഈ രീതിയിലും ഈ ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ ശ്രമഫലമായിട്ട് ബ്രിട്ടീഷുകാർ ഒട്ടേറെ അനാചാരങ്ങൾ നിർത്തലാക്കി. അവർ പോയിന്റ് മാത്രം ആലോചിച്ചാൽ മതി കേട്ടോ. ഇനി അടുത്ത താഴെ പറയുന്ന കാര്യങ്ങൾ, ഇന്ത്യയിലെ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വെച്ച ആശയങ്ങൾ ഇന്ത്യയിൽ ദേശീയ ബോധം സൃഷ്ടിക്കാൻ കാരണമായത് എങ്ങനെ? അതായത് എങ്ങനെയാണ് ഈ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, ഈ പറഞ്ഞ സത്യശോധക സമാജം, ആര്യ സമാജം, അലിഗഡ് പ്രസ്ഥാനം തുടങ്ങിയ തിയോസഫിക്കൽ സൊസൈറ്റി ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ എങ്ങനെയാണ് രാജ്യത്ത് ദേശീയ ബോധം സൃഷ്ടിച്ചത്? ഒന്ന്, ജാതി വ്യവസ്ഥയോടുള്ള എതിർപ്പുണ്ടായിരുന്നു. തുല്യ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള വാദം അവർക്കിടയിലുണ്ട്. വൈദേശിക സംസ്കാരത്തിന്റെയും ആശയങ്ങളുടെയും കടന്നുവരവിനെതിരായ ചെറുത്തുനിൽപ്പ്, അനാചാരങ്ങളോടുള്ള എതിർപ്പ്, വിദ്യാഭ്യാസ പുരോഗതി, സ്ത്രീകളോടുള്ള വിവേചനങ്ങൾക്കെതിരായ നിലപാട്. ഇത്തരം ആശയങ്ങൾ, ഇത്തരം സൂചന വെച്ചുകൊണ്ട് അവർക്ക് ജനങ്ങൾക്കിടെ ശക്തമായിട്ട് കിട്ടി. അത്ര വലിയ ഇമ്പോർട്ടൻ്റ് കൊടുക്കാണ്ട് നമുക്ക് വേഗം അടുത്തേക്ക് കിടക്കട്ടോ. നോക്കും, പത്രങ്ങൾ ദേശത്തെ ഒന്നാക്കുന്നു. ഇന്ത്യൻ പൗരന് അവന്റെ സ്വാഭാവിക നഷ്ടമായും അവന്റെ ജീവരക്തം വരൻ തുടങ്ങി അർത്ഥപട്ടിണിക്കാരനും അർത്ഥനഗ്നനുമാണവൻ. സ്വാദിഷ്ടമായ ഒരു വിഭവം അവന് ലഭിക്കുന്നില്ല. അവന്റെ വസ്ത്രങ്ങൾ കീറിപ്പറിഞ്ഞിരിക്കുന്നു. പരിതാപകരമാണ് അവന്റെ അവസ്ഥ. ബംഗാളിലെ ആദ്യകാല വർത്തമാന പത്രമായ സുലഭ് സമാചാർ, പക്ഷെ കോഡ്സ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ബംഗാളിലെ ആദ്യകാല വർത്തമാന പത്രം സുലഭ് സമാചാർ, അതിൽ വന്ന വാർത്തയാണ്. അതായത് എത്രത്തോളം ബ്രിട്ടീഷ് ഭരണം മൂലം ഇന്ത്യക്കാർക്ക് ഉണ്ടായ അവസ്ഥയെക്കുറിച്ച് പറയുന്നതാണ്. ഇനി ദേശീയ സമരകാലത്ത് പത്രങ്ങൾ ചെയ്ത പ്രവൃത്തികൾ എന്തെല്ലാമാണ് അവർ ചെയ്തിരുന്നത്? ഒന്ന്,
ഇന്ത്യയുടെ ഓരോ ഭാഗത്ത് നടക്കുന്ന അത്ര വലിയ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയേണ്ട അത് ആ ഒരു വർത്തമാന പത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട 10ാം ക്ലാസ് കുട്ടികൾക്കുള്ളതാണ്. ഒറ്റയടിക്ക് നമുക്ക് അത്ര ഇതായി പറയണ്ട കേട്ടോ. ഇനി നോക്കൂ ബാക്കി വരുന്നത് അടുത്തതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഭാഗം നോക്കൂ നമുക്കുള്ള, അതായത് ദേശീയ സമരകാലത്തെ വളരെ പ്രധാനപ്പെട്ട പത്രങ്ങളും അതിന് നേതൃത്വം കൊടുത്ത വ്യക്തികളും ആരെല്ലാമാണ്. ഒന്ന്, ഹിന്ദു സ്വദേശി മിത്രം. നേതാക്കള് ആരംഭിച്ച നേതാവ് ജി സുബ്രഹ്മണ്യ അയ്യർ. ഹിന്ദു സ്വദേശി മിത്രം, അതിന് നേതാവ് ജി സുബ്രഹ്മണ്യ അയ്യർ. അമൃത ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷ് ആൻഡ് മോത്തിലാൽ ഘോഷ്. അമൃത ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷ്, മോത്തിലാൽ ഘോഷ്. ബോംബെ സമാചാർ സ്ഥാപകൻ ഫർദുർജി മിൻസ് ഖാൻ. ഫർദുർജി മർസ് ഖാൻ ആണ് ബോംബെ സമാചാർ. കേസരി അതുപോലെ തന്നെ മറാത്ത, ഈ 2 പത്രങ്ങൾ നേരത്തെ കേട്ടതായിരിക്കാം. ബാലഗംഗാധർ തിലകാണ് കേസരിയുടെയും മറാത്തയുടെയും നേതാവ്, പത്രാധിപർ. ഇനി വോയിസ് ഓഫ് ഇന്ത്യ ദാദാബായ് നവറോജി. ഷോം പ്രകാശ് ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ. ന്യൂ ഇന്ത്യ കോമൺ അല്ലെങ്കിൽ ന്യൂ ഇന്ത്യ അതുപോലെ തന്നെ കോമൺവെൽത്ത്, രണ്ടും ആരംഭിച്ചത് മിസിസ് ആനി ബസന്റ്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന യങ് ഇന്ത്യ അതുപോലെ ഹരിജൻ, ഈ 2 പത്രങ്ങളും മഹാത്മജിയാണ്, മഹാത്മാഗാന്ധിയാണ്. അൽ ഹിലാൽ മൗലാന അബ്ദുൽ കലാം ആസാദ്. വന്ദേ മാതരം ലാല ലജ്പത് റായ്. വന്ദേ മാതരം ലാല ലജ്പത് റായ്. നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ. അത് നമ്മൾ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യേണ്ട സംഗതി തന്നെയാണ്. ഓരോന്നും, അതായത് ഗാന്ധിജി ആരംഭിച്ചത് യങ് ഇന്ത്യ ഹരിജൻ, ഒരു പക്ഷേ നേരത്തെ കേട്ടതായിരിക്കാം. അമൃത ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷ്. ശിശിർ കുമാർ ഘോഷ്, മോത്തിലാൽ ഘോഷ് സ്ഥാപിച്ചാണ്. അവർ ലീഡർഷിപ്പ് കൊടുത്ത പത്രമാണ് അമൃത ബസാർ പത്രിക. അതുപോലെ തന്നെ ആനി ബസന്റിന്റെ ലീഡർഷിപ്പിൽ വന്നതാണ് ന്യൂ ഇന്ത്യയും അതുപോലെ തന്നെ കോമൺ വീലും. നേഷൻ എന്ന് പറയുന്ന പത്രത്തിന്റെ സ്ഥാപകനായിട്ട് വന്നത് ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോപാലകൃഷ്ണ ഗോഖലെയാണ് നേരത്തെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ആ ഒരു സംഭവങ്ങൾ ഓരോന്നിലും നമ്മൾ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ വേറെ പ്രധാനപ്പെട്ട കാര്യമുള്ളത് വന്ദേ മാതരം, അത് പത്രമാണ്. ഈ വന്ദേ മാതരം എന്ന് പറയുന്നത് നമ്മൾ പ്രത്യേകമായിട്ട് ഒന്നുകൂടി എഴുതി വെക്കണം. കാരണം വന്ദേ മാതരം എന്ന് പറയുന്നത് അത് ആനന്ദമഠത്തിന്റെ ഭാഗമായ ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ ആനന്ദമഠത്തിന്റെ ഭാഗമായ വന്ദേ മാതരമാണ് നമ്മുടെ ദേശീയ ഗീതമായിട്ടുള്ളത്. അത് അതേസമയം വന്ദേ മാതരം എന്ന പുസ്തകം എഴുതിയത്, അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഓർക്കുണ്ടാവും, വാഞ്ചി അയ്യർ എന്ന് പറയുന്ന വാഞ്ചി അയ്യർ അല്ല, മാഡം കാമ എന്ന് പറയുന്ന വ്യക്തിയാണ്. വാഞ്ചി അയ്യരുടെ പ്രവൃത്തിയെ പറ്റി എഴുതിയിരിക്കുന്ന പുസ്തകമാണ് വന്ദേ മാതരം എഴുതിയിരിക്കുന്നത്. വാഞ്ചി അയ്യർ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ് ഇൻഡിപെൻഡൻസ് വാറിൽ പങ്കെടുത്തുകൊണ്ട്. അവരെ കുറിച്ച് എഴുതിയ പുസ്തകമാണ് വന്ദേ മാതരം. അത് വന്ദേ മാതരം പുസ്തകം എഴുതിയത് മാഡം കാമ. വന്ദേ മാതരം പുസ്തകം എഴുതിയത് മാഡം കാമ. വന്ദേ മാതരം പത്രം ആരംഭിച്ചത്, പത്രത്തിന്റെ നേതാവ് ലാല ലജ്പത് റായ്. അതേസമയം നമ്മൾ ആരംഭിക്കുന്ന ദേശീയ ഗീതമായ വന്ദേ മാതരം ബങ്കിം ചന്ദ്ര ചാറ്റർജി. മൂന്നും മാറിപ്പോകരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു പത്രങ്ങളുടെ പേരുകൾ, അതിന്റെ നേതാക്കന്മാർ, അവരെ കുറിച്ച് വ്യക്തമായിട്ട് ധാരണ വേണം. ഓരോന്നും നോട്ട് ചെയ്യണേ. ഹിന്ദു സ്വദേശി പത്രം ജി സുബ്രഹ്മണ്യ അയ്യർ. അമൃത ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷും. ബോംബെ സമാചാർ ഫർദുർജി മൻസ് ഖാൻ. കേസരിയും മറാത്ത 2 പത്രങ്ങൾ ബാലഗംഗാധര തിലക്. ബംഗാളി സുരേന്ദ്രനാഥ് ബാനർജി. വോയിസ് ഓഫ് ഇന്ത്യ ദാദാബായ് നവറോജി. ഷോ പ്രകാശ് ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ. ന്യൂ ഇന്ത്യ കോമൺവെൽത്ത് 2 പത്രങ്ങൾ മിസിസ് ആനി ബസന്റ്. യങ് ഇന്ത്യ ഹരിജൻ മഹാത്മജി. അൽ ഹിലാൽ അത് ആരംഭിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദ്. വന്ദേ മാതരം ഇവിടെ പത്രമാണ് ലാല ലജ്പത് റായ്. നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ ആരംഭിച്ച പത്രമാണ് നേഷൻ എന്ന് പറയുന്ന പത്രം കേട്ടോ. ഓക്കെ, നോക്കൂ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനവും അതിന്റെ നേതാക്കളും
തങ്ങളുടെ ആശയങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ ആശ്രയിച്ച പ്രധാന മാർഗം വർത്തമാന പത്രങ്ങളാണ്. അക്കാലത്ത് പത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് സാമൂഹിക സേവനമായിട്ടാണ് കരുതിയിരുന്നത്. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ നയങ്ങളെ അവ എതിർക്കുകയും ശക്തമായിട്ട് വിമർശിക്കുകയും ചെയ്തു. ദേശീയ കാഴ്ചപ്പാടോടുകൂടിയ പത്രങ്ങൾക്ക് ഇന്ത്യയിൽ തുടക്കം കുറിച്ചത് രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരുപാട് സംഭവങ്ങൾ വന്ന കാര്യമാണ് രാജാറാം മോഹൻ. അറിയാലോ രാജാറാം മോഹൻ റോയെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ആ കൂട്ടത്തിൽ രാജാറാം മോഹൻ റോയെ കുറിച്ച് പറയുമ്പോഴുള്ള ഒരു സംഭവം കൂടിയാണിത്. അദ്ദേഹമാണ്, അതായത് ദേശീയ കാഴ്ചപ്പാടോട് കൂടി ഇന്ത്യയിൽ പത്രങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തി ആര്? രാജാറാം മോഹൻ റോയ്. ബ്രഹ്മസമാജ സ്ഥാപകൻ രാജാറാം മോഹൻ റോയ്. അതുപോലെ തന്നെ ഇന്ത്യൻ സമൂഹത്തിന്റെ ആധുനികവൽക്കരണത്തിന് വേണ്ടി ആദ്യമായിട്ട് വാദിച്ചയാൾ രാജാറാം മോഹൻ റോയ്. പല രീതിയിൽ രാജാറാം മോഹൻ റോയ് എന്നുള്ള പേര് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്യണേ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദേശീയ കാഴ്ചപ്പാടുകൂടി പത്രങ്ങൾക്ക് ഇന്ത്യയിൽ തുടക്കം കുറിച്ചതാണ് വ്യക്തി കൂടിയാണ് ആരും? രാജാറാം മോഹൻ റോയ്. അദ്ദേഹം ബംഗാളി ഭാഷയിൽ ആരംഭിച്ച സമ്പാദ് കൗമുദി, പേർഷ്യൻ ഭാഷയിൽ പുറത്തിറക്കിയ മിറാത്തുൽ അക്ബർ എന്നിവ സാമൂഹിക പരിഷ്കരണം, ദേശീയത, ജനാധിപത്യം തുടങ്ങിയ ആശയങ്ങൾക്ക് ഊന്നൽ നൽകി. രാജാറാം മോഹൻ റോയ് പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് മിറാത്തുൽ അക്ബർ. അതുപോലെ തന്നെ അദ്ദേഹം ബംഗാളി ഭാഷയിൽ ആരംഭിച്ചതാണ് സമ്പാദ് കൗമുദിയുടെ പത്രാധിപർ രാജാറാം മോഹൻ റോയ്, ഭാഷ ബംഗാളി. അതുപോലെ തന്നെ മിറാത്തുൽ അക്ബർ, അതിന്റെ പത്രാധിപർ രാജാറാം മോഹൻ റോയ്, ഭാഷ പേർഷ്യ. അതുപോലെ തന്നെ രാജാറാം മോഹൻ റോയ് ആരംഭിച്ച പ്രസിദ്ധീകരണ പത്രങ്ങൾ: 1 ബംഗാളിയിലെ സമ്പാദ് കൗമുദി, 2 പേർഷ്യൻ ഭാഷയിലെ മിറാത്ത് ഉൽ അക്ബർ പേർഷ്യൻ ഭാഷ, സമ്പാദ് കൗമുദി ബംഗാളി ഭാഷ. ഇനി ഇവയുടെ പാത പിന്തുടർന്ന് നിരവധി പത്രങ്ങൾ വിവിധ ഭാഷകളിൽ പുറത്തിറങ്ങി. ഇവയിൽ ഭൂരിഭാഗവും പ്രസിദ്ധീകരിച്ചത് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെയും ദേശീയ പ്രസ്ഥാനത്തിന്റെയും നേതാക്കളായിരുന്നു. രാജാറാം മോഹനൊക്കെ പാത പിന്തുടർന്നുകൊണ്ട് ധാരാളം പത്രം പ്രസിദ്ധീകരിച്ചു. അവരൊക്കെ പ്രധാനമായിട്ടും ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നോക്കുന്നത് എന്നാട്ടോ. ഇനി അടുത്തത് വിദ്യാഭ്യാസം ദേശത്തിന് എന്ന് പറയുന്ന ടോപ്പിക്. നമ്മൾ ഓരോ ടോപ്പിക്കായിട്ട് പോകുമ്പോൾ അതിന്റെ ഇമ്പോർട്ടന്റ് മറന്നു പോകരുത്. ഓരോരുത്തരും കോട്ടിങ്സ് ടെക്സ്റ്റ് പ്രത്യേകം പറയുന്നുണ്ട്. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കണമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ലഭിക്കുമെങ്കിൽ ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും. പുതിയ മോഡലിൽ കുറച്ചൊക്കെ കോഡ്സുകൾ ഓരോരുത്തരുടെ വാചകങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു വേർഡ് ആലോചിക്കുക. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും എന്ന് പറഞ്ഞ വ്യക്തി രാജാറാം മോഹൻ റോയ്. പാവപ്പെട്ടവനും പണക്കാരനും വിദ്യാഭ്യാസം നേടിയാൽ തങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണവും ക്രൂരതയും അടിച്ചമർത്തലും ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കാൻ അവർക്ക് കഴിയും എന്ന് പറഞ്ഞത് കേശബ് ചന്ദ്ര സെൻ. വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണ് എന്ന് പറഞ്ഞത് വീരേശലിംഗം. ഓരോരുത്തരും കോഡ്സ് രാജാറാം മോഹൻ റോയ് പറഞ്ഞത് ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും. പാവപ്പെട്ടവനും പണക്കാരനും വിദ്യാഭ്യാസം നേടിയാൽ തങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണവും ക്രൂരതയും അടിച്ചമർത്തലും ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കാൻ അവർക്ക് കഴിയും എന്ന് പറഞ്ഞത് കേശബ് ചന്ദ്ര സെൻ. വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണ് എന്ന് പറഞ്ഞത് വീരേശ ലിംഗം. പിന്നെ നെക്സ്റ്റ് നോക്കൂ, വിദ്യാഭ്യാസം കൊണ്ട് പ്രാധാന്യം നോക്കുക. അടുത്തത് ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക എന്നതായിരുന്നു
ദേശീയ ബോധം വളർത്താനുള്ള ഒരു പ്രധാന മാർഗം. അതിലൂടെ മതേതര വിദ്യാഭ്യാസം എല്ലാവർക്കും നൽകാൻ കഴിഞ്ഞു. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് നോക്കൂ. 1884 ജി അഗാർക്കർ, ബാല ഗംഗാധര തിലക്, മഹാദേവ ഗോവിന്ദ റാനഡെ എന്നിവർ ചേർന്ന് പൂനെയിൽ സ്ഥാപിച്ച ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി ദേശീയ കാഴ്ചപ്പാടോടെ ഇന്ത്യയിൽ രൂപീകൃതമായ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ഉദാഹരണമാണ്. ചോദ്യം: ദേശീയ കാഴ്ചപ്പാടോടെ ഇന്ത്യയിൽ രൂപീകൃതമായ വിദ്യാഭ്യാസ സ്ഥാപനം ഏത്? ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി. ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ സ്ഥാപകർ ആരെല്ലാം? ഉത്തരം: ജി അഗാർക്കർ, ബാല ഗംഗാധര തിലക്, മഹാദേവ ഗോവിന്ദ റാനഡെ. ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ചത് എവിടെയാണ്? പൂനെയിൽ. സ്ഥാപിച്ച വർഷം 1884. ഒരിക്കൽ കൂടെ ശ്രദ്ധിക്കുക. ആരെല്ലാം ചേർന്നിട്ടാണ്? ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ സ്ഥാപകർ. ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ സ്ഥാപകർ ജി അഗാർക്കർ, ബാല ഗംഗാധര തിലക്, മഹാദേവ ഗോവിന്ദ റാനഡെ. ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി ആരംഭിച്ചത് ഇന്ന് 1884 സ്ഥാപിച്ചത്. ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ചത് എവിടെ? പൂനെയിൽ. ഇപ്പോഴത്തെ മഹാരാഷ്ട്രയിലെ പൂനെയിലാണ് ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി രൂപീകരിച്ചത്. ദേശീയ കാഴ്ചപ്പാടോടെ ഇന്ത്യയിൽ രൂപീകൃതമായ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ഉദാഹരണം ഏത്? ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി. പിന്നെ ഇന്ത്യക്കാരുടെ സാമൂഹികവും രാഷ്ട്രീയവും സാംസ്കാരികവുമായ പുരോഗതിക്ക് ആധുനിക വിദ്യാഭ്യാസം അനിവാര്യമാണെന്ന് അതിന്റെ സ്ഥാപകർക്ക് ഉത്തമ ബോധ്യം ഉണ്ടായിരുന്നു. നോക്കൂ, 1905 ബംഗാൾ വിഭജനത്തെ തുടർന്ന് ആരംഭിച്ച സ്വദേശി പ്രസ്ഥാനം ദേശീയ വിദ്യാഭ്യാസത്തിന്റെ വളർച്ചയ്ക്ക് നിരവധി വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. 1916 DK കാർവെ മഹാരാഷ്ട്രയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചു. സ്ത്രീകളുടെ ഉന്നമനത്തിന് വിദ്യാഭ്യാസം അനിവാര്യമാണെന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് സ്ഥാപിച്ചത്. ഇതിനെ തുടർന്ന് അനേകം വിദ്യാലയങ്ങൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ രൂപം കൊണ്ടു. പാശ്ചാത്യ വിദ്യാഭ്യാസത്തോടും സാമൂഹിക അനാചാരങ്ങളോടുമുള്ള എതിർപ്പും ദേശീയമായ കാഴ്ചപ്പാടും ഇവരുടെ മുഖമുദ്രയായിരുന്നു. അതായത് ബംഗാൾ വിഭജനം അറിയാലോ, കേഴ്സൺ പ്രഭുവാണ്. വർഷം 1905 ബന്ധപ്പെട്ടല്ല എങ്കിലും വർഷം നമുക്കറിയാം. ബംഗാൾ വിഭജനം നടന്ന വർഷം 1905. ആ ബംഗാൾ വിഭജന 1905 ബംഗാൾ വിഭജനത്തിന് ശേഷം അതിനെ തുടർന്ന് ആരംഭിച്ച പ്രസ്ഥാനം ഏത്? സ്വദേശി പ്രസ്ഥാനം. ഓക്കെ, ആ സ്വദേശി പ്രസ്ഥാനം ധാരാളമായിട്ട് വിദ്യാലയങ്ങൾ ദേശീയ വിദ്യാഭ്യാസത്തിന്റെ വളർച്ചയ്ക്കായിട്ട് സ്വദേശി പ്രസ്ഥാനം ദേശീയ വിദ്യാഭ്യാസത്തിന്റെ വളർച്ചയ്ക്കായിട്ട് ധാരാളം വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. 1916 DK കാർവെ മഹാരാഷ്ട്രയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് എവിടെ? മഹാരാഷ്ട്രയിൽ. സ്ഥാപകൻ DK കാർവെ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാലയുടെ സ്ഥാപകൻ DK കാർവെ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല ആരംഭിച്ചത് 1916. ഓക്കെ, സ്ഥാപിച്ചത് എവിടെയാണ്? മഹാരാഷ്ട്രയിൽ. സ്ത്രീകളുടെ ഉന്നമനത്തിന് വിദ്യാഭ്യാസം അനിവാര്യമാണ് എന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് സ്ഥാപിച്ചത്. ഓക്കെ, തുടർന്നപ്പോ ഫസ്റ്റ് പറഞ്ഞു, നേരത്തെ പറഞ്ഞു നമ്മൾ ആദ്യത്തെ രാജ്യത്തെ പൊതു ദേശീയ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള ദേശീയ കാഴ്ചപ്പാടോടെ രാജ്യത്ത് രൂപീകരിച്ച ആദ്യത്തെ സ്ഥാപനം ഈ പറഞ്ഞ ഇതല്ല. നേരത്തൊട്ട് മുന്നേ പറഞ്ഞു ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയാണ് കേട്ടല്ലോ. നേരത്തൊട്ട് മുന്നേ പറഞ്ഞു കഴിഞ്ഞാണ് ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ സ്ഥാപകർ എന്ന് പറയുന്നത് ജി അഗാർക്കർ, ബാല ഗംഗാധര തിലകൻ, മഹാദേവ ഗോവിന്ദ റാനഡെ. തൊട്ട് മുന്നേ പറഞ്ഞാണ് ഇവിടെ പറഞ്ഞത്
DK കാർവേ സ്ഥാപിച്ചാണ് രാജ്യത്തെ ആദ്യത്തെ വനിതാ സർവകലാശാല. ഇനി രവീന്ദ്രനാഥ ടാഗോർ ബംഗാളിൽ സ്ഥാപിച്ച വിശ്വഭാരതി സർവകലാശാല രാഷ്ട്രങ്ങളുടെ അതിരുകൾക്കപ്പുറത്തുള്ള അന്തർദേശീയമായ സാഹോദര്യത്തിന് ഊന്നൽ നൽകി പാശ്ചാത്യവും പൗരസ്ത്യവുമായ സംസ്കാരങ്ങൾ യോജിപ്പിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസ രീതിയായിരുന്നു ഇതിലൂടെ ടാഗോർ ലക്ഷ്യമിട്ടത്. വിശ്വഭാരതി സർവകലാശാല സ്ഥാപകൻ രവീന്ദ്രനാഥ ടാഗോർ. അറിയാലോ, നേരത്തെ കേട്ട് കഴിഞ്ഞാൽ വിചാരിക്കും രവീന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ച സർവകലാശാല വിശ്വഭാരതി സർവകലാശാല എവിടെയാണ്? ബംഗാളിൽ. അതിന്റെ ലക്ഷ്യം പാശ്ചാത്യവും പൗരസ്ത്യവുമായ സംസ്കാരങ്ങൾ യോജിപ്പിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസ രീതി. പാശ്ചാത്യ സംസ്കാരവും പൗരസ്ത്യ സംസ്കാരവും യോജിപ്പിച്ചുകൊണ്ടായിരിക്കണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന ലക്ഷ്യത്തോടു കൂടി രവീന്ദ്രനാഥ ടാഗോർ ആരംഭിച്ചതാണ് ബംഗാളിലെ വിശ്വഭാരതി യൂണിവേഴ്സിറ്റി, വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചത് ബംഗാളിൽ. ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനം ഗാന്ധിയുടെ നേതൃത്വത്തിൽ ശക്തി പ്രാപിച്ച കാലഘട്ടത്തിൽ മൗലാന മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, ഡോക്ടർ സക്കീർ ഹുസൈൻ, എം അൻസാരി എന്നിവരുടെ നേതൃത്വത്തിൽ അലിഗഡിൽ സ്ഥാപിച്ച വിദ്യാഭ്യാസ കേന്ദ്രമായിരുന്നു ജാമിയ മില്ലിയ ഇസ്ലാമിയ. മതേതര വിദ്യാഭ്യാസം ശക്തിപ്പെടുത്തും എന്ന കാഴ്ചപ്പാടായിരുന്നു ഇതിന്റെ അടിസ്ഥാനം. ഓക്കെ, ഇനി അപ്പോൾ ആരെല്ലാമാണ് ജാമിയ മില്ലിയ ഇസ്ലാമിയയുടെ സ്ഥാപകർ? ഒന്ന് മൗലാന മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, അലി ബ്രദേഴ്സ്. അതിന് പുറമെ ഡോക്ടർ സക്കീർ ഹുസൈനും എം അൻസാരി. മൗലാന മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, ഡോക്ടർ സക്കീർ ഹുസൈൻ, എം അൻസാരി. ഈ 4 പേരുടെ കീഴിൽ അലിഗഡിൽ സ്ഥാപിച്ച വിദ്യാഭ്യാസ കേന്ദ്രമാണ് ജാമിയ മില്ലിയ ഇസ്ലാമിയ. ജാമിയ മില്ലിയ ഇസ്ലാമിയ സ്ഥാപിച്ചത് എവിടെ? അലിഗഡിൽ. അതിന്റെ സ്ഥാപകർ ആരെല്ലാം? ജാമിയ മില്ലിയ ഇസ്ലാമിയയുടെ സ്ഥാപകർ മൗലാന മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, ഡോക്ടർ സക്കീർ ഹുസൈൻ, എം അൻസാരി. എവിടെ ആരംഭിച്ചത്? അലിഗഡിൽ. മതേതര വിദ്യാഭ്യാസമായിരുന്നു പ്രധാന ലക്ഷ്യം. ഇനി പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന്റെയും കലയുടെയും കടന്നുകയറ്റം ഇന്ത്യയുടെ പാരമ്പര്യ കലാരൂപങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമായി. തുടർന്ന് ഇതിനെ പ്രതിരോധിക്കാനും പാരമ്പര്യ കലാരൂപങ്ങളെ ഉദ്ധരിക്കാനുമായി ഇന്ത്യയിൽ നിരവധി ശ്രമങ്ങൾ നടന്നു. ഈ ലക്ഷ്യത്തോടെയാണ് മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ തൃശ്ശൂരിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത്. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് എവിടെ? തൃശ്ശൂരിൽ. സ്ഥാപകൻ മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ. അത് കലയുടെ പാരമ്പര്യ കലാരൂപങ്ങൾ തകർച്ചയ്ക്ക് കാരണമായി ബ്രിട്ടീഷ് സർക്കാരിന്റെ ഈ രീതി, അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് തൃശ്ശൂരിലാണ്, നമുക്കറിയാം ചെറുതുരുത്തിയിലാണ് വള്ളത്തോൾ ഉള്ളത്. ചെറുതുരുത്തിയിലാണ് കലാമണ്ഡലം ഉള്ളത്. അതിന്റെ സ്ഥാപകൻ മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ. കവിത്രയങ്ങളിൽപ്പെട്ട 3 കവിത്രയങ്ങളുണ്ടല്ലോ. കവിത്രയം എന്ന് പറയുമ്പോൾ തന്നെ 3 പേരാണ്. ഉള്ളൂർ, ആശാൻ, വള്ളത്തോൾ. അതിൽപ്പെട്ട വള്ളത്തോൾ നാരായണ മേനോൻ സ്ഥാപിച്ചതാണ്, തൃശ്ശൂരിൽ സ്ഥാപിച്ചാണ് കലാമണ്ഡലം, കേരള കലാമണ്ഡലം. ഓക്കെ, കേരള കലാമണ്ഡല സ്ഥാപകൻ മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ. 1937 മഹാത്മാഗാന്ധി സവിശേഷമായ വിദ്യാഭ്യാസ രീതി മുന്നോട്ട് വെച്ചു. വാർധാ വിദ്യാഭ്യാസ പദ്ധതി എന്നറിയപ്പെട്ട ഇതിന്റെ ലക്ഷ്യം തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമായിരുന്നു. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, മഹാത്മജി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ പദ്ധതി ഏത്? വാർധാ വിദ്യാഭ്യാസ പദ്ധതി. വാർധാ വിദ്യാഭ്യാസ പദ്ധതി മുന്നോട്ട് വെച്ചത് ആര്? മഹാത്മജി. വർഷം 1937. 1937 രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ പദ്ധതിയാണ് വാർധാ വിദ്യാഭ്യാസ പദ്ധതി. അപ്പൊ അതിന്റെ അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം. അതിന്റെ വാർധാ വിദ്യാഭ്യാസ പദ്ധതിയുടെ ലക്ഷ്യം എന്ത്? തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം. ഓക്കെ, പിന്നെ മറ്റു കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ക്ലാസ് നിർത്താൻ പോവുകയാണ് ഇന്നത്തെ. ഓക്കെ, അതായത്
വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ചില തൊഴിലുകൾ പഠിച്ചാൽ അത് ഭാവി ജീവിതത്തിന് ഗുണകരമാവും എന്ന് അദ്ദേഹം കരുതി. ഇത്തരത്തിൽ വളർന്നു വന്ന ഒരു തലമുറയിലൂടെ ബ്രിട്ടീഷുകാരെ പ്രതിരോധിക്കാമെന്ന് ഗാന്ധിജി അഭിപ്രായപ്പെട്ടു. അപ്പോൾ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് വേണ്ടി ഗാന്ധിജി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ പദ്ധതിയാണ് വാർധാ പദ്ധതി. വാർധാ വിദ്യാഭ്യാസ പദ്ധതി 1937 ആരംഭിച്ചത് മഹാത്മജി. അപ്പോൾ ഈ പാഠത്തിന്റെ ബാക്കി ഭാഗമുണ്ട്. നമ്മൾ ഇന്ന് പറഞ്ഞു കഴിഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അറിയായ കുട്ടികൾക്ക് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ ഇന്ത്യയിലെ ഇന്ത്യയുടെ ഭാഷ പഠിച്ചിട്ട് ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച സ്ഥാപനങ്ങൾ. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാള് സ്ഥാപകൻ ആരാണ്? വില്യം ജോൺസ്. കൽക്കട്ട മദ്രസ സ്ഥാപകൻ വാറൻ ഹേസ്റ്റിങ്സ്. ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപകൻ ജോനാഥ് ടണ്ടൻ. ഓക്കെ, അപ്പോൾ വീണ്ടും മനസ്സിലാക്കുക, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.